ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 2025-27 വർഷത്തെ ഗവൺമെൻറ് TTIകളിലേക്കുള്ള DLED കോഴ്സ് പ്രവേശനത്തിനായുള്ള അഭിമുഖം 17/9/2025 ബുധനാഴ്ച കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ലിസ്റ്റ്, ഇൻ്റർവ്യൂ സമയക്രമം എന്നിവ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. കൊമേഴ്സ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 17-ാം തീയതി രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കൂടിക്കാഴ്ച 17-ാം തീയതി 9:30-ക്കാണ്. കൊമേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്ക് അതേ ദിവസം തന്നെ 9:15-നാണ് രജിസ്ട്രേഷൻ, 10:30-ക്ക് കൂടിക്കാഴ്ച. സയൻസ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 17-ാം തീയതി 9:30-ക്കും കൂടിക്കാഴ്ച 10 മണിക്കുമാണ്. സയൻസ് വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 17-ാം തീയതി 10 മണിക്കും കൂടിക്കാഴ്ച 11:30-ക്കുമാണ്. ഹ്യൂമാനിറ്റീസ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 17-ാം തീയതി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കൂടിക്കാഴ്ച 12:30-ക്കാണ്. ഹ്യൂമാനിറ്റീസ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 17-ാം തീയതി 12:30-ക്ക് രജിസ്ട്രേഷനും കൂടിക്കാഴ്ച 2 മണിക്കുമാണ്. അപ്പോൾ ഇവിടെ കൊമേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കിടക്കുന്നത് ഷുവർ ലിസ്റ്റാണ്. ഷുവർ ലിസ്റ്റുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ, നിങ്ങൾ ആപ്ലിക്കേഷനൊപ്പം വെച്ച എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും TC ഉൾപ്പെടെ എല്ലാം നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് അവിടെ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത അതിന് തൊട്ട് താഴെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഷുവർ ലിസ്റ്റിൽ ഉള്ളവരുടെ ആബ്സെൻസിൽ അവർ വരാത്തത് അനുസരിച്ചിട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. എങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലൊക്കെ ഉള്ളവർ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിലവിൽ വന്നിട്ടുള്ളത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. സെൽഫ് ഫിനാൻസിൻ്റെ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്